ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7 കൈറ്റ് വിക്ടർ സർ എന്നെടുത്ത ഹിന്ദി ക്ലാസ്സും പറഞ്ഞ ആക്ടിവിറ്റീസും ആണ്. എന്നെടുത്തത് രാജാ കാ ദർവാസ എന്ന ലെസന്റെ ബാക്കി ഭാഗങ്ങളാണ്. मंत्री ने ऐसा दरवाज़ा बनवाया, राजा ने फिर सबको बुलाकर पूछा, है कोई जो घुस सकता है इस दरवाजे से? മന്ത്രി വീണ്ടും ഒരു വാതിലുണ്ടാക്കിയല്ലേ. ആ വാതിൽ എങ്ങനെയായിരുന്നു? രാജാവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മാത്രം തുറക്കുന്ന വാതിലായിരുന്നു. രാജാവിന് ആ വാതിൽ കിട്ടിയപ്പോൾ രാജാവ് വീണ്ടും എല്ലാവരെയും വിളിച്ചു എന്നിട്ട് ചോദിച്ചു, ആരെങ്കിലും ഉണ്ടോ ഈ വാതിൽ കൂടെ ഉള്ളിൽ കയറാൻ പറ്റുന്നത്? വഹി ആദ്മി ആയ, ഉസ്നെ രാജാ കോ ബഹുത് ठंडा പാനി പിലായ, ഫിർ കഹാ. അതേ മനുഷ്യൻ വന്നു. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? വളരെ തണുപ്പുള്ള വെള്ളം രാജാവിനെ കൊണ്ട് കുടിപ്പിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ടണ്ട എന്ന് പറഞ്ഞാൽ തണുപ്പുള്ളത്. ഓക്കെ, അഗർ മേ ഇസ് ദർവാസെ സെ നഹി ഘുസ് സക്താ തോ രാജാ ഭി നഹി ഘുസ് സക്താ. എനിക്ക് ഈ വാതിലിൻ്റെ ഉള്ളിൽ കൂടി അപ്പുറത്തേക്ക് കടക്കാൻ പറ്റിയില്ലെങ്കിൽ രാജാവിനും അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ठंडा पानी से राजा का गला खराब हो गया, उसकी आवाज़ ही नहीं निकली. തണുത്ത വെള്ളം കുടിച്ചതോടുകൂടി രാജാവിൻ്റെ തൊണ്ട അടഞ്ഞു പോയി. ഉസ്കി ആവാസ് ഹി നഹി നിക്ലി, അദ്ദേഹത്തിൻ്റെ ശബ്ദമേ പുറത്തു വന്നില്ല. രാജാ ഭി ദർവാസെ സെ അന്തർ നഹി ജാ പായ, രാജാവിന് സംസാരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ വാതിൽ തുറന്നതുമില്ല. അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് കടക്കാനും പറ്റിയില്ല. വഹ് ഗുസ്സെ സെ കൂത്താ രഹ ഗയ, അദ്ദേഹത്തിന് ദേഷ്യം കൊണ്ട് ഇങ്ങനെ ചാടി. കൂത്ന എന്ന് പറഞ്ഞാൽ ചാടുന്നതിനാണ് പറയുന്നത്. फिर राजा ने ऐसा दरवाज़ा बनवाया जो सिर्फ उसके जूतों की आहट से ही खुले. പിന്നെ രാജാവ് ഒരു വാതിലുണ്ടാക്കി. എങ്ങനത്തെ വാതിലായിരുന്നു? അദ്ദേഹത്തിൻ്റെ ജൂത്തോ കി ആഹട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചെരുപ്പിട്ട് നടക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടല്ലോ, ആഹട്ട് എന്ന് പറഞ്ഞാൽ ആ ഫുഡ് സ്റ്റെപ്സിൻ്റെ ആ ശബ്ദത്തിനെയാണ് പറയുന്നത്. അത് കേട്ടാൽ മാത്രമേ ആ വാതിൽ തുറക്കാൻ പാടുള്ളൂ. ലേക്കിൻ ഉസ് ആദ്മിനെ ജമീൻ പർ കാലീൻ ബിച്ചാ ദിയ. അപ്പോൾ അയാൾ വീണ്ടും വന്ന് എന്ത് ചെയ്തു? അവിടെ രാജാവ് നടക്കുന്ന ആ വഴിയിലൊക്കെ കാർപ്പറ്റ് വിരിച്ചു അല്ലേ, ജിസ്സെ ജൂത്തോ കി ആഹട്ട് ഹി നഹി ഹുയി. അതുകൊണ്ട് ആ രാജാവ് നടക്കുമ്പോൾ ആ സ്റ്റെപ്സിൻ്റെ ശബ്ദമേ വന്നില്ല. മീനിങ്സ് പറഞ്ഞിരുന്നു. ഗലാ ഖരാബ് ഹോന എന്ന് പറഞ്ഞാൽ തൊണ്ടടയുക, ആവാസ് ശബ്ദം, വോയിസ്. ഗുസ്സെ സെ കൂദ്ന ബഹുത് ക്രോധ് പ്രകട് കർന, വളരെയധികം ദേഷ്യം പ്രകടമാക്കുന്നതിനെയാണ് ഗുസ്സെ സെ കൂദ്ന എന്ന് പറയാം. കൂദ്ന ചാടുക, ടുജാം. രാജാ കി ജൂത്തോ കി ആഹട്ട്, ജൂത്ത എന്ന് പറഞ്ഞാൽ ചെരുപ്പ് അല്ലെങ്കിൽ സാൻഡൽസ് എന്നാണ് അർത്ഥം. കാലീൻ എന്ന് പറഞ്ഞാൽ പരവതാനി, കാപ്പറ്റ്. നെക്സ്റ്റ് രാജാവ് എന്താ പറഞ്ഞ? രാജാനെ മന്ത്രി സെ കഹാ, മുझे एक ऐसा दरवाज़ा बनाकर दो जो सिर्फ मेरी ही शरीर की गंध से खुले. നെക്സ്റ്റ് രാജാവ് മന്ത്രിയോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു വാതിലുണ്ടാക്കി തരൂ. ആ വാതിൽ എൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം ഏൽക്കുമ്പോൾ മാത്രമേ തുറക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. लेकिन इस बार फिर वही आदमी आया और राजा के पहने हुए कुछ कपड़े हाथ में उठाकर दरवाजे के पास ले गया तो दरवाज़ा खुल गया. വീണ്ടും ആ ഒരു യുവാവ് വന്നു. അവൻ എന്ത് ചെയ്തു? രാജാവിൻ്റെ രാജാവ് ഇട്ട് കഴിഞ്ഞ ഏതോ ഒരു ഡ്രസ്സ് എടുത്ത് കൊണ്ടുവന്നു. ആ ഡ്രസ്സ് വാതിലിൻ്റെ അടുത്ത് കൊണ്ട് പിടിച്ചപ്പോൾ എന്താ ഉണ്ടായത്? രാജാവിൻ്റെ ഗന്ധം വരികയും ആ വാതിൽ തുറക്കുകയും ചെയ്തു. फिर आगे क्या हुआ? उन दोनों का मुकाबला न जाने कब तक चलता रहा. പിന്നെ എന്താണ് ഉണ്ടായത് എന്നാണ് ചോദിക്കുന്നത്. അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കോമ്പറ്റീഷൻ, മുക്കാബ്ല എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷനെയാണ് പറയുന്നത്. ജാനെ കബ് തക് ചൽത്താ രഹ, എത്ര കാലം അങ്ങനെ വീണ്ടും പോയി എന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. മുझे तो യഹി തക്കി ഘടനായക പത്താ ഹെ, എനിക്ക് ഇവിടം വരെയുള്ള കാര്യങ്ങൾ, ഘടന എന്ന് പറഞ്ഞാൽ ഇവൻ്റ് എന്നാണ് അർത്ഥം, ഇതുവരെയുള്ള സംഭവങ്ങളുടെ കാര്യം മാത്രമേ എനിക്കറിയുള്ളൂ. ആകെ കി ബാരെ മേ तो अब तुम्हें ही सोचकर बताना होगा, तो बताओ फिर आगे क्या हुआ होगा. ഇനി അപ്പുറത്തേക്ക് എന്താണ് നടന്നതെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് പറയൂ. അപ്പോൾ ഇനി നിങ്ങൾ പറയൂ ഇനി പിന്നീട് എന്താണ് ഉണ്ടായതെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് ലെസൺ. മുക്കാബ്ല എന്ന് പറഞ്ഞാൽ മത്സരം. ഇന്ന് തന്ന ആദ്യത്തെ ആക്ടിവിറ്റി ഇതാണ്. കഹാനി കോ ആഗെ ബഡായെ, സഹായക് ബിന്ദു. കഹാനി കോ ആഗെ ബഡായെ, സഹായക് ബിന്ദു കൊടുത്തിട്ടുണ്ട്. അപ്നി ഉംഗ്ലിയോ കി ചൂനെ സെ കുലെ, രാജാവിൻ്റെ വിരലുകൾ തൊട്ടാൽ തുറക്കുന്ന വാതിൽ. അപ്നി ചുട്കി ബജാനെ സെ കുലെ, ചുട്കി ബജാന എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കില്ലേ, അതിനാണ് ചുട്കി ബജാന എന്ന് പറയുക. കൂഡ് ഭാഷ കെ പ്രയോഗ് സെ, ഏതോ ഒരു കോഡ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട്. കൂഡ് സംഖ്യ കെ പ്രയോഗ് സെ, കോഡ് നമ്പർ യൂസ് ചെയ്തിട്ട്. ഫിർ രാജാനെ മന്ത്രി സെ കഹ, പിന്നീട് രാജാവ് തൻ്റെ മന്ത്രിയോട് പറഞ്ഞു, മുझे ऐसा दरवाज़ा बनवा कर दो जो सिर्फ मेरी ഉംഗ്ലിയോ കെ ചൂനെ സെ കുലെ, എനിക്ക് ഇങ്ങനെ ഒരു വാതിലുണ്ടാക്കി തരൂ
എൻ്റെ വിരലുകൾ തൊടുമ്പോൾ മാത്രമേ ആ വാതിൽ തുറക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. മന്ത്രിനെ ഏസാ ദർവാസ ബൻവായ, മന്ത്രി അങ്ങനെ ഒരു വാതിൽ ഉണ്ടാക്കി കൊടുത്തു. ഇസ് സമയ് വഹ് ആദ്മി ആയ ഓർ രാജാ കെ ഹാത്ത് മേ ദസ്താന പഹനാ ദിയ. ഈ ഒരു സമയത്ത് ആ മനുഷ്യൻ വീണ്ടും വന്നു നിന്നിട്ട് എന്ത് ചെയ്തു? രാജാവിൻ്റെ കയ്യിൽ ദസ്താന എന്ന് പറഞ്ഞാൽ കയ്യുറകൾ ഇട്ട് കൊടുത്തു. രാജ ദർവാസേസി അന്തർ ന ജാപ്പായ. അങ്ങനെ കയ്യുറ ഇട്ട് കഴിഞ്ഞാൽ എന്താ? രാജാവിൻ്റെ വിരലുകൾ ആ വാതിൽമേ തൊടില്ല, ആ വാതിൽ തുറക്കുകയുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ രാജാവിന് ആ വാതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റിയില്ല. രാജ ഗുസ്സേമേ ബാൽ ഖീഞ്ച്താ രഹ ഗയ. രാജാവ് ദേഷ്യത്തോടു കൂടി മുടി പിടിച്ചു വലിച്ചു. फिर राजा ने मंत्री से कहा, പിന്നീട് രാജാവ് മന്ത്രിയോട് പറഞ്ഞു, മുझे ऐसा दरवाज़ा बनवा कर दो जो सिर्फ मेरी चुटकी बजाने से खुले. ഞാൻ ഇങ്ങനെ വിരൽ ഞൊടിക്കുമ്പോൾ മാത്രമേ ആ വാതിൽ തുറക്കാൻ പാടുള്ളൂ, അങ്ങനെ ഒരു വാതിൽ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു. മന്ത്രിനെ ഏസാ ഹി ദർവാസ ബൻവായ. മന്ത്രി അതേപോലെയുള്ളൊരു വാതിൽ ഉണ്ടാക്കി കൊടുത്തു. ഈ സമയം വഹ് ആദ്മി ആയ ഓർ രാജാ കെ ഹാത്ത് മേ തേൽ യുക്ത് സമോസ ദേ ദിയ. ഈ ഒരു സമയം ആ മനുഷ്യൻ വന്ന് വീണ്ടും എന്ത് ചെയ്തു? രാജാവിന് കഴിക്കാനായി നല്ല സമൂസ എങ്ങനെയാണ്? വളരെയധികം എണ്ണമയമുള്ള സമൂസയാണ് കൊടുത്തത്. രാജ ചുട്കീന ബജാപ്പായ ഓർ നാഹി ദർവാസ ഖുല. കയ്യിൽ നിറയെ വെളിച്ചെണ്ണയായത് കാരണം രാജാവിന് അങ്ങനെ കൈ ഞൊടിക്കാനും പറ്റിയില്ല, ആ വാതിൽ തുറന്നതുമില്ല. ഉസ് ആദ്മിനെ ചുട്കി ബജായ ഓർ ദർവാസ ഖുൽ ഗയ. ആ വന്ന അയാൾ അങ്ങനെ വിരൽ ഞൊടിച്ചപ്പോൾ ശബ്ദം ഉണ്ടായി, ആ വാതിൽ തുറക്കുകയും ചെയ്തു. രാജ ഗുസ്സേ സെ ലാൽ ഹുവേ ഓർ മന്ത്രി കോ ബുലായ. രാജാവിന് വളരെയധികം ദേഷ്യം വന്നു. അദ്ദേഹം വീണ്ടും മന്ത്രിയെ വിളിച്ചു. ഫിർ രാജാനെ മന്ത്രി സെ കഹ. പിന്നീട് രാജാവ് തൻ്റെ മന്ത്രിയോട് പറഞ്ഞു, മുझे ऐसा എന്നാണ്, മുझे ऐसा दरवाज़ा बनवा कर दो जो सिर्फ कूट भाषा से खुले. ഒരു കോഡ് ലാംഗ്വേജ് കൊണ്ട് മാത്രമേ ആ ഒരു വാതിൽ തുറക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. മന്ത്രിനെ ദർവാസ ബൻവായ. മന്ത്രി വീണ്ടും അങ്ങനെ ഒരു വാതിൽ ഉണ്ടാക്കി കൊടുത്തു. ഈ സമയം വഹ് ആദ്മി ആയ രാജാക്കു ബാങ് പിലാദിയ. ഈ ഒരു സമയത്ത് ആ ഒരു മനുഷ്യൻ വന്നു. അയാൾ എന്ത് ചെയ്തു? രാജാവിന് ബാങ്ക് എന്ന് പറഞ്ഞാൽ ലഹരി നിറഞ്ഞ ഒരു ഡ്രിങ്കാണ്, അതിനെയാണ് ബാങ്ക് എന്ന് പറയാം. അങ്ങനെ ഒരു ബാങ്ക് അദ്ദേഹത്തെ കുടിപ്പിച്ചു. ബാങ് പീനെ കെ ബാദ് രാജ കൂട്ട് ഭാഷ ഭൂൽ ഗയെ ഓർ ദർവാസ കോൽനെ മേ അസഫൽ രഹെ. ബാങ്ക് കുടിച്ചതോടുകൂടി രാജാവ് കോഡ് ലാംഗ്വേജ് ഒക്കെ മറന്നു. അദ്ദേഹത്തിന് വാതിൽ തുറക്കാൻ വേണ്ടി ആ ലാംഗ്വേജ് പറയാനും പറ്റിയില്ല. फिर राजा ने मंत्री से कहा, मुझे ऐसा दरवाज़ा बनवा कर दो जो सिर्फ कोड संख्या से खुले. ഇനി എനിക്കൊരു വാതിൽ ഉണ്ടാക്കി തരും, അത് കോഡ് സംഖ്യ വെച്ച് മാത്രമേ തുറക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. മന്ത്രിനെ ദർവാസ ബൻവായ. മന്ത്രി വീണ്ടും അങ്ങനെ ഒരു വാതിൽ ഉണ്ടാക്കി കൊടുത്തു. ഈ സമയം വഹ് ആദ്മി ആയ ഓർ രാജാക്കോ ഗണിത് കെ പ്രശ്ന പൂച്ഛനെ ലഗെ. ഈ സമയം അതേ ഒരു മനുഷ്യൻ വീണ്ടും വന്നു. എന്നിട്ട് എന്ത് ചോദിച്ചു? മാത്സിൻ്റെ പല ക്വസ്റ്റ്യൻസും രാജാവിനോട് ചോദിച്ചു തുടങ്ങി. ഗണിത് കെ ഉത്തർ ദേനെ കെ ബാദ് രാജ കൂട് സംഖ്യ ഭൂൽ ഗയെ. അങ്ങനെയുള്ള തലതിരിക്കുന്ന കണക്കുകൾ ചോദിച്ചതോടുകൂടി രാജാവ് പെട്ടെന്ന് കോഡ് നമ്പർ മറന്നുപോയി. ഓർ ദർവാസ ഖോൽനെ മേ അസഫൽ രഹെ. അദ്ദേഹത്തിന് ആ വാതിൽ തുറക്കാനും പറ്റിയില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആലോചിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും എഴുതാം. രാജാക്ക് ചരിത്ര पर टिप्पणी लिखी കൊടുത്തിട്ടുണ്ട്. മേരി ടിപ്നി മേ രാജാവിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശേഷതകൾ എന്താണ് അത് പറയണം, അദ്ദേഹം എങ്ങനത്തെ സ്വഭാവക്കാരനാണ് അത് പറയണം. അതുപോലെ തന്നെ ഉചിത് ശീർഷക്, ശരിയായൊരു തലക്കെട്ടും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ഗമണ്ടി രാജ അല്ലെങ്കിൽ അജീബ് രാജ. സ്ട്രേഞ്ച് ഗമണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? വളരെ അഹങ്കാരിയായ ഒരു രാജാവ്. അജീബ് രാജ എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് ആയ ഒരു രാജാവ് എന്ന് പറയാം. ഓക്കെ, രാജാക്ക ചരിത്രത്തോട അജീബ് ഹേ. രാജാവിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്ട്രേഞ്ച് ആണ്. अपने शक्ल देखकर खुलने वाला दरवाज़ा बनाने का आदेश देता है. സ്വന്തം മുഖം കാണുമ്പോൾ തുറക്കുന്ന വാതിലുണ്ടാക്കാനൊരു ഓർഡർ കൊടുക്കുന്നുണ്ട്. യഹ് ഉസ്ക ഘമൺ ദിക്കാത്ത ഹെ. അത് അയാളുടെ അഹങ്കാരമാണ് കാണിക്കുന്നത്. രാജാക്കെ മൻമേ സബ്സെ ആദർ മിൽനേക്ക് ആശ ഹെ. രാജാവ് എല്ലാവരും അദ്ദേഹത്തെ ആദരിക്കണമെന്നുള്ള ആശയാണുള്ളത്. രാജ സബ്കോ ദിക്കാന ചാത്ത ഹെ കി ദർവാസ ബി ഉൻക ആദർ കർത്ത ഹെ. രാജാവിനെ എല്ലാവരെയും കാണിക്കണം, ഒരു വാതിൽ പോലും തന്നെ അദ്ദേഹത്തെ കാണുമ്പോൾ തുറക്കുന്നുണ്ടെന്ന്. एक चतुर व्यक्ति राजा के इस आशा को विफल कर देता है. ഒരു ബുദ്ധിമാനായ വ്യക്തി രാജാവിൻ്റെ ആശയെ വിഫലമാക്കുന്നു. രാജ हार स्वीकार नहीं करना चाहता और अन्य तरीकों से सफलता प्राप्त करने की कोशिश करता है. രാജാവ് ഒരിക്കലും തൻ്റെ
തോൽവി സമ്മതിക്കുന്നില്ല. വീണ്ടും വീണ്ടും പല ശ്രമങ്ങളിലൂടെ അദ്ദേഹം ജയിക്കാൻ നോക്കുന്നുണ്ട്. രാജാ സിർഫ് യഹ് ചാഹതാ ഹൈ കി സബി ഉൻകാ ആദർ കരെ. രാജാവ് എന്താണ് ആഗ്രഹിക്കുന്നത്? എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കണം. രാജാ ശ്രേഷ്ഠ ഹോനെ കാ ദിക്കാവാ കർനാ ചാഹതാ ഹൈ. എല്ലാവരേക്കാളും മുന്നിലാണ് രാജാവ്. താൻ ശ്രേഷ്ഠനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് രാജാവ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കൊരു ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് പറഞ്ഞത് സഹി മിലാൻ കരയാണ്. മാച്ച് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ എന്താ? രാജാനെ ഗന്ധ് സെ കുൽനെ വാല ദർവാസ ബൻവായ. രാജാവ് സ്വന്തം ഗന്ധം കൊണ്ട് തുറക്കുന്ന വാതിലുണ്ടാക്കി. അപ്പോൾ എന്താ ഉണ്ടായത്? കപ്പടെ ഹാത്ത് മേ ഉട്ടാക്കർ ദർവാസെ കെ പാസ് ലേ ഗയ. ആ മനുഷ്യൻ വന്ന് എന്ത് ചെയ്തു? അദ്ദേഹം രാജാവ് ഉപയോഗിച്ച വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് ആ വാതിലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും വാതിൽ തുറക്കുകയും ചെയ്തു. ആവാസെ കുൽനെ വാല ദർവാസ ബൻവായ. സ്വന്തം ശബ്ദം കേട്ടാൽ തുറക്കുന്ന വാതിലുണ്ടാക്കി. അപ്പം അയാൾ എന്താണ് ചെയ്തത്? രാജാക്കോ ടണ്ട പനി പിലായ. രാജാവിനെ തണുത്ത വെള്ളം കുടിപ്പിച്ചു. ജൂതോ കി ആഹട്ട് സെ കുൽനെ വാല ദർവാസ ബൻവായ. ചെരുപ്പുകളുടെ ശബ്ദം കേട്ട് തുറക്കുന്ന വാതിലുണ്ടാക്കിപ്പിച്ചു. അപ്പം എന്താ ചെയ്തത്? ആദ്മീനെ ജമീൻ പർ കാലീൻ ബിച്ചാ ദിയ. ആ മനുഷ്യൻ അവിടുത്തെ തറയിലൊക്കെ നല്ല കാർപ്പറ്റ് പരവതാനെ വിരിപ്പിച്ചു. ശക്ല് ദേഖ്നെ പർ കുൽനെ വാല ദർവാസ ബൻവായ. രാജാവിൻ്റെ മുഖം കണ്ടാൽ തുറക്കുന്ന വാതിലുണ്ടാക്കി. അപ്പോൾ എന്താ ചെയ്തത്? ഹാത്ത് മേ രാജാ കി തസ്വീർ ലേക്കർ ആയ. കയ്യിൽ രാജാവിൻ്റെ ഒരു പിക്ചറും കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സഹി മിലാൻ കരെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് തന്ന ആക്ടിവിറ്റീസും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്